ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി. രചന ഇർഫാന റംഷി. പാർട്ട് 6. വെറുതെ ഓരോന്നാലോചിച്ച് ഉള്ള കോലം കളഞ്ഞാളേട്ടാ. ആയിഷ ഉമ്മാനെ ഒന്ന് നോക്കി പുച്ഛഭാവം കാണിച്ചു. അവരെവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പ അകത്തേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. ആയിഷയുടെ ഹൃദയം സാധാരണത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ചെക്കനും പെങ്ങളും ഒരു ഫ്രണ്ടുമാണ് വന്നിരിക്കുന്നത്. കൂടെ ആയിഷയുടെ അമ്മാനുമുണ്ട്. നീ വെള്ളം അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഉമ്മ ഒരു ട്രേ എടുത്ത് ആയിഷന് നേരെ നീട്ടി. എനിക്കൊന്നും വയ്യ, ജാസിന്റെ കയ്യിൽ കൊടുത്താടി. പിന്നെ എന്നെയാണല്ലോ അവർ കാണാൻ വന്നിരിക്കുന്നത്, ഒന്ന് പോയടി. അവൾ മനസ്സില്ല മനസ്സോടെ അത് വാങ്ങി. ആ ട്രേ അവളുടെ കയ്യിലിരുന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ആയിഷ പതിയെ മുന്നോട്ട് നടന്ന് ഒരു വിധത്തിൽ അത് ഹാൾ വരെ എത്തിച്ചു. ആദ്യം അതുമായി ചെന്നത് ഉപ്പാന്റെ അടുത്തേക്കാണ്. ആദ്യം അവന് കൊടുക്കുമോളെ. ഉപ്പ ചെക്കന് നേരെ കൈ ചൂണ്ടി. ആയിഷുവിന് പിന്നെയും ടെൻഷൻ കൂടി. അവൾ തിരിഞ്ഞു നടന്നു. ഇതുവരെ ആയിഷ താഴോട്ടല്ലാതെ ആരുടെയും മുഖം പോലും നോക്കിയിട്ടില്ല. അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ചെക്കൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അയാൾ അതും എടുത്ത് പുറത്തേക്ക് പോയി. പക്ഷേ ഈ ടെൻഷനിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഈ സൗണ്ട് കൂടി കേട്ടപ്പോൾ ആയിഷയുടെ കയ്യിൽ നിന്നും വെള്ളത്തിൻ്റെ ട്രേ താഴെ വീണു. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഉമ്മ സൈക്കിൾ വന്ന് വീണൊരു ചിരിയും ചിരിച്ച് എന്നെ അടിമുടി ഒന്ന് നോക്കി. അവിടെയെല്ലാം ക്ലീനാക്കി. ഉപ്പ ആയിഷോനെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. എൻ്റെ പൊന്ന് ആയിഷോനെ, അവനെ ഒന്ന് നോക്കിയെങ്കിലും ചെയ്യടി. ആയിഷോ മുഖം പൊക്കി നോക്കി. പക്ഷേ നോക്കിയത് ചെക്കൻ്റെ കൂട്ടുകാരനെയാണ്. ഫാസി. അവളുടെ നാവ് മന്ത്രിച്ചു. അവൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അവനല്ല മോളെ ചെക്കൻ. പെണ്ണിൻ്റെ തല തിരിഞ്ഞോ. അവൾ പിന്നെ ഒന്നും നോക്കാതെ അവിടെ നിന്നും ഉള്ളിലേക്ക് പോയി. ഇവനെന്താ ഇവിടെ? ഇനി ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞിട്ടെങ്ങനെ വന്നതായിരിക്കോ? ആയിഷ ചിന്തിച്ചു. അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ. അല്ലാ. ആയിഷ ഒന്ന് നടുവേർപ്പിട്ടു. അയാൾ റൂമിലേക്ക് പോയി. ഉമ്മ, ഞാൻ പോവില്ല. ആയിഷ ഉമ്മാനെ ദയനീയമായൊന്ന് നോക്കി. അവൻ നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. ഉമ്മാൻ്റെ കുട്ടി ചെല്ലി. ഉമ്മ സൈക്കോളജിക്കൽ പരമായിട്ട് ഇടപെട്ടു. പഠിച്ചവനെ, എവിടെ കളം വരക്കും ഞാൻ? കൊലായ വെള്ളം കൊണ്ട് വരച്ചല്ലോ അല്ലേ, ഇനി എന്ത് വരയ്ക്കാൻ? ആയിഷൻ്റെ മനസ്സിൽ വിചാരിച്ചു. റൂമിലേക്ക് പോയി. അയാൾ എന്തൊക്കെയോ ചോദിച്ചു. ആയിഷ അതിനെ വിക്കി മറുപടിയും പറഞ്ഞ് പുറത്തേക്ക് വന്നു. ചെക്കൻ്റെ പെങ്ങളുള്ളിലേക്ക് വന്ന് വീണ്ടും അവളോട് പലതും ചോദിച്ചു. അതിനും ആയിഷ യാന്ത്രികമായി മറുപടി പറഞ്ഞു. പക്ഷേ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ അലയടിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് നിക്കാഹിൻ്റെ ഡേറ്റ് കണ്ടാലോ? ഇത് കേട്ടപ്പോൾ ആയിഷ ഒന്ന് ഞെട്ടി. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിച്ചാൽ മതിയല്ലോ. ഉമ്മ ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. ആ മതി, ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇഷ്ടമായിട്ടുണ്ട്. അവർ ആയിഷൻ്റെ കൈ പിടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അവർ അവിടെ നിന്നും പോയി. നിനക്കവനെ ഇഷ്ടമായോ? ആയിഷ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. ഇത് ശരിയാവില്ല. ആ ചെക്കൻ കുറച്ച് തടിയില്ലേ? ഇവൾ മെലിഞ്ഞിട്ടു. ചെക്കൻ നിറം വേണമെന്നോ മെലിഞ്ഞിട്ടാവണമെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ രണ്ടുപേരും നിൽക്കുമ്പോൾ ആരും അയ്യേ എന്ന് പറയരുതെന്ന്. അവൾക്ക് മാച്ചല്ല ചെക്കൻ, ഉപ്പയാണ്. ഇത് കേട്ടപ്പോൾ ആയിഷന്റെ മനസ്സിൽ 3-4 ലഡ്ഡു ഒരുമിച്ച് പൊട്ടി. അത് ശരിയാ. ചെക്കൻ ഉള്ളിലേക്ക് വന്നപ്പോൾ ആദ്യം അയാളുടെ വയറാണ് വന്നത്, പിറകെ ബാക്കിയുള്ളതും. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആ അഭിപ്രായത്തോട് ഷെറിത്തയും യോജിച്ചു. അങ്ങനെ പിന്നെ ഉപ്പ ഉമ്മാനോട് പറഞ്ഞ് ആ കാര്യം വേണ്ടെന്ന് വെച്ചു. ആയിഷ ഫോൺ എടുത്ത് ഫാസിക്ക് മെസ്സേജ് അയച്ചു. എവിടെയായിരുന്നു ഇത്രയും നേരം? കണ്ടില്ലല്ലോ. ഓ, ഒന്നും പറയണ്ടടോ, ഞാൻ ചുമ്മാ അങ്ങാടിയിലിരിക്കുകയായിരുന്നു. അപ്പോഴാ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞത്. എന്തിനാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. പിന്നെയാണ് അറിഞ്ഞത് അവന് പെണ്ണ് കാണാൻ പോയതാണെന്ന്. ഓഹോ, എന്നിട്ട് പെണ്ണ് കണ്ടോ? ആ, അവൻ കണ്ടു. ഞാൻ പിന്നെ അങ്ങനെ പെൺകുട്ടികളൊന്നും നോക്കാറില്ല, അതുകൊണ്ട് കണ്ടില്ല. നീ കാട്ടുകോഴിയെ, കാര്യം പറയും. ആക്ച്വലി ഒരു ഷോപ്പിലൊരു പ്രശ്നമുണ്ടായി. ഞാൻ ഫോണിൽ അത് ഡീൽ ചെയ്യുകയായിരുന്നു. പെണ്ണ് വന്നതും പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ നോക്കാതിരിക്കോ? ആ, അതെനിക്കറിയാലോ. എന്നാലും നിനക്കൊന്ന് നോക്കായിരുന്നു. ഞാൻ നോക്കാത്തത് നിനക്കെന്താ ഇത്രയ്ക്ക് സങ്കടം? അയ്യേ, എനിക്കെന്ത് സങ്കടം? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആയിഷ പിന്നെ അത് അവിടെ ആയിരുന്നു എന്നൊന്നും പറയാൻ നിന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആയിഷ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് കോളേജിൽ ചേർന്നു. അവൾ പർദ്ദയും ഹിജാബും കേട്ട് കൊണ്ട് തന്നെയാണ് അവിടേക്കും പോയിരുന്നത്. കോളേജിലെത്തിയാൽ അഴിക്കും. അതിനിടയിൽ ആയിഷയുടെയും ഫാസിയുടെയും സൗഹൃദം ഒരുപാട് വളർന്നു. ഒരിക്കൽ അവർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മ വിളിച്ചപ്പോൾ അവൾ ഫോൺ അവിടെ വെച്ച് പോന്നു. കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഫാസിയുടെ കുറെ മെസ്സേജ്. നിനക്കൊന്ന് പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിക്കൂടെ? അല്ല, ഞാൻ പെട്ടെന്ന് ഉമ്മ വിളിച്ചപ്പോൾ പോയതാ. എന്തായാലും ഇപ്പോൾ വരാ എന്നെങ്കിലും പറഞ്ഞൂടെ? ഞാനിവിടെ നിന്റെ മെസ്സേജ് ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ്. അതെന്തിനാ? അതൊന്നിനുമല്ല. നീ പോകുമ്പോൾ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് പോ. സോറി സാർ, ഇനി ശ്രദ്ധിച്ചോളാം. അതുപോലെ തന്നെ കിടക്കുന്ന മുന്നേ അവൻ്റെ ചാറ്റ് ലിസ്റ്റ് വീണ്ടും വായിക്കുന്നതും അവൻ്റെ വോയിസ് കേൾക്കുന്നതും ഒക്കെ പതിവായി. അതെന്തിനാണെന്നൊന്നും ആൾക്കറിയില്ല. അങ്ങനെ അവരുടെ സൗഹൃദം തുടങ്ങിയിട്ട് 1 വർഷം കടന്നുപോയി. ആയിഷു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞോ.
അതിനെന്തിനായി മുഖവരൊക്കെ? അത് നിനക്കെന്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയടോ. ഒന്നുമില്ലടി, നമ്മൾ പരിചയപ്പെട്ടിട്ടൊരു വർഷം കഴിഞ്ഞില്ലേ? ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അതിന് നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ഫോട്ടോ അയക്കോ? അയ്യോ, എനിക്കൊരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ നീ നിർബന്ധിച്ചാലും തരാൻ പോണില്ല. എന്തൊരു സ്വഭാവമാണടി, നിനക്കിതുവരെ എന്നെ വിശ്വാസമായില്ലേ? വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഒരു അന്യപുരുഷൻക്ക് എൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ അയക്കില്ല. അത് എന്നെ കെട്ടുന്നവന് മാത്രം കാണാനുള്ളതാണ്. ഓഹോ, ഇനി നീ ഇതിൻ്റെ പേരിൽ തെറ്റിപ്പോവാണെങ്കിലും അയ്യോ ഇക്ക പോവല്ലേ, ഞാൻ അയച്ചു തരാം എന്നൊന്നും പറഞ്ഞ് ഞാൻ വരികയുമില്ല. എൻ്റെ പൊന്നെ, എനിക്ക് വേണ്ടായേ. ഒരിക്കൽ നീ തന്നെ എനിക്ക് അയച്ചു തരും? ഒരിക്കലുമില്ല. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ നിന്നെ പറ്റി എൻ്റെ ഇക്കാൻ്റെ വൈഫിനോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ്. അപ്പോൾ അവൾ നിൻ്റെ നമ്പർ ചോദിച്ചിരുന്നു. കൊടുക്കട്ടെ? അതെന്തിനാ? നിന്നെ ഒന്ന് പരിചയപ്പെടാൻ. ചുമ്മാ കിടന്നോട്ടെന്നേ. കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അതെ, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഇതുപോലത്തെ എന്തെങ്കിലും ഉടായ്പാണെങ്കിൽ പറയണ്ട. നിനക്കിതൊക്കെ ഉടായ്പായിരിക്കും, പക്ഷേ എനിക്കിതെൻ്റെ ജീവിതമാണ്. നീ ഇതെന്ത് തേങ്ങയായി പറയുന്നത്? ഞാനിനി പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും ബാധിക്കരുത്. പഠിച്ചോനെ, ഇവനും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആയിഷ മനസ്സിൽ പറഞ്ഞു. യെസ് ഓർ നോ എന്ന ഉത്തരം മാത്രം കേട്ടാൽ മതി എനിക്ക്. നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയ ചെറുക്കാം. നിന്നെ പരിചയപ്പെട്ട നാൾ മുതൽ നിന്നോട് എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുപോലെ തോന്നിയിരുന്നു. പക്ഷേ അന്നൊന്നും അത് ഇത്രയ്ക്ക് കാര്യമാക്കിയില്ല. പക്ഷെ നിന്നെ കൂടുതൽ അറിയും തോറും എൻ്റെ മനസ്സിൽ നിനക്കായി ഞാൻ അറിയാതെ തന്നെ ഒരിടവും ഒരുങ്ങുകയായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണടി. ഒരുപാടായി ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ച് വിറപ്പ് മുട്ടിയിരിക്കുന്നു. നീ എന്താണെന്നും ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നീ എന്ത് മറുപടി പറയുമെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ പലതവണ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റുന്നില്ലടി. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞ് നിന്റെ റെസ്പോണ്ട് എന്താണെന്ന് അറിഞ്ഞാൽ ഒരു സമാധാനമാകുമല്ലോ. നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എസ് ആയാലും നോ ആയാലും നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ ഉണ്ടാവണം. ഫാസി ഒറ്റ വോയിസിലെല്ലാം പറഞ്ഞു നിർത്തി. ആയിഷൻ്റെ കൈകാലമെല്ലാം തുണക്കാൻ തുടങ്ങി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. അവൾ ഒന്നും റിപ്ലൈ കൊടുക്കാതെ കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരുന്നു. കാരണം അവനിൽ നിന്നും അത് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആയിഷു, നീ ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ പ്ലീസ്? എന്തെങ്കിലും ഒന്ന് പറയേ. ഞാൻ പറഞ്ഞില്ലേ, നീ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ റെഡിയായി തന്നെയാണ് ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇതൊരിക്കലും ബാധിക്കരുത്. തന്നോട് സംസാരിച്ചു തുടങ്ങിയത് മുതൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം സത്യം പറയാലോ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നിനക്കറിയാലോ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ടവരിൽ ചിലരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അവരെയൊക്കെ ബ്ലോക്കാക്കി ആ സൗഹൃദമൊക്കെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. ആയിഷു, അങ്ങനെ എല്ലാവരെയും പോലെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ തമാശയ്ക്കോ അല്ല ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ ഇതുവരെ എന്നെ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല. ഈ സംസാരിച്ചിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. ഞാൻ കാണാൻ എങ്ങനെയാണെന്ന് എന്നൊക്കെ നിനക്കറിയാം. അതൊന്നും അറിയാതെ എങ്ങനെ ഒരു ഇഷ്ടം? അതൊന്നും എനിക്കറിയണ്ട. നീ ഇനി എങ്ങനെയായാലും എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ എനിക്ക് വേണ്ടി പഠിച്ചതാണെന്ന് മനസ്സ് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. റിയലി ഐ ലവ് യു ഡി. ഫസി, മതി. എനിക്കതിന് നോ എന്ന ഉത്തരം മാത്രമേ പറയാനുള്ളൂ. നിന്നോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടക്കുറവോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ ഈ പ്രണയം എന്ന കോൺസെപ്റ്റിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഇതുവരെ ഞാൻ ജീവിച്ചു പോകുന്ന ഒരു ജീവിതശൈലിയുണ്ട് എനിക്ക്. ഈ അവസാന നിമിഷം വെച്ച് അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ പ്രണയവും ജീവിതവുമെല്ലാം എൻ്റെ കഴുത്തിൽ മഹറും ചാർത്തി എൻ്റെ ഉപ്പ എന്നെ കൈപിടിച്ചു കൊടുക്കുന്ന ഒരാളുണ്ടാകുമല്ലോ, അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. വോയിസ് അയച്ചാൽ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ ടൈപ്പ് ചെയ്തു. ഫാസി ആണെങ്കിൽ അവളുടെ മറുപടിക്കായി ഓരോ നിമിഷവും എണ്ണി കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ ഡി, നോ പ്രോബ്ലം. ഇതെവിടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട കേട്ടോ. നീ പറ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ ഉമ്മാൻ്റെ വീട്ടിലാണ്. അവരെന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പിന്നെ വരാം. എടി, നീ എന്നെ ഒഴിവാക്കുകയൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യം ഇവിടെ കഴിഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീയൊന്നും കേട്ടിട്ടുമില്ല. പിന്നല്ല, അതൊക്കെ അത്രയേ ഉള്ളൂ. ആയിഷ അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ അവിടെ വെച്ചു. അവളൊരു ദീർഘനിശ്വാസം വിട്ടു. ഇനി എങ്ങനെ അവനോട് പഴയതുപോലെയൊക്കെ സംസാരിക്കും? വലിയ കുഴപ്പമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞു നോക്കിയതായിരിക്കും. ആയിഷ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുറത്ത് ഓടക്കുള്ളി വീഴുന്ന പോലെ തോന്നിയത്. അവൾ പുറമൊഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. നിനക്കിങ്ങനെ കാണുമ്പോൾ എന്താണുമ്മ തോന്നണേ? സ്വന്തം മകളാണെന്ന് വിചാരം എന്ത് ചെയ്യാം? അതേടി, 10 മാസം വയറും ചുമന്ന് വേദനയും സഹിച്ച് നിന്നേക്ക് പ്രസവിക്കാമെങ്കിൽ എന്തും ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. നിന്നോട് എത്ര നേരമായി കുളിക്കാൻ പറഞ്ഞിട്ട്? കുളിക്കാൻ കയറിയാൽ ഒരു കൊല്ലം വേണം കഴിഞ്ഞിറങ്ങാൻ. എന്നാൽ പിന്നെ നേരത്തെ കയറിക്കൂടെ? എനിക്ക് കുളിക്കാനൊരു മൂടില്ല ഉമ്മ. ഇതുകൊണ്ട് 2 എണ്ണം കൂടി കിട്ടിയ മൂടൊക്കെ താനേ വരും. ഉമ്മ അവിടെ കൂടുതൽ ഉയർത്തി. അല്ലോ വേണ്ട. അവൾ അവിടെ നിന്ന് ബാത്റൂമിലേക്ക് ഓടി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ വന്ന് കൺവെൻഷൻ പൗഡറൊക്കെ ഇട്ട് സുന്ദരിയായി. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കൂടി ബേസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആയിഷുവിന് ഒന്നിനും ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ അത് അവിടെ ആരുണ്ടെങ്കിലും പറഞ്ഞാൽ പിന്നെ കസിൻസൊക്കെ 100 ചോദ്യങ്ങളുമായി വരും. അതുകൊണ്ട് അവളൊന്നും പറയാതെ പോവാനായി ഒരുങ്ങി. പോകുന്നതിൻ്റെ തിരക്കിനിടയിൽ അവൾ ഫോൺ കൊണ്ടുപോകാൻ മറന്നിരുന്നു. ഫാസി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വരാതിരുന്നത് കണ്ട് അവനാകെ സങ്കടമായി. അവൻ ഇത് പറഞ്ഞതുകൊണ്ട് അവനെ മനഃപൂർവ്വം അവഗണിക്കുന്നതാണെന്നാണ് അവൻ വിചാരിച്ചത്. അവൻ അവൾക്ക് അയച്ച മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കി. ഇതെന്താ ഡിലീറ്റ് ആക്കിയിരിക്കുന്നത്? തിരിച്ചു വന്ന ആയിഷ ഡിലീറ്റ് മെസ്സേജ് കണ്ട് അവനോട് ചോദിച്ചു. അതൊന്നുമില്ല, മാറിപ്പോയതാ. സങ്കടമുള്ളിലൊതുക്കിക്കൊണ്ട് അവൻ മറുപടി അയച്ചു. ആയിഷ പിന്നൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. ആദ്യമൊക്കെ ആയിഷയും ഫാസിയും അവരുടെ ഗ്രൂപ്പിൽ കയറിയാൽ രണ്ടുപേരും മുടക്കാത്ത ചാറ്റിംഗ് ഒക്കെ ആയിരിക്കും. പിന്നെ ഫാസിയുടെ ടൈമിൽ ആയിഷ ഓൺലൈനിലുണ്ടെങ്കിലും അവൾ ഗ്രൂപ്പിൽ കയറില്ല. അവൾ ഗ്രൂപ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൻ വരുന്നതെങ്കിൽ അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിറങ്ങിപ്പോരും. ഇതെല്ലാം ഫാസിക്ക് ഭയങ്കര ഫീലായി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഫാസിക്ക് എന്നെ ഇഷ്ടമാണെന്ന കാര്യം എനിക്കും അവന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് ആ കാര്യം അവസാനമായി അറിയുന്നത് ഞാനാണെന്ന്. എല്ലാവരും ഒന്നും അറിയാത്ത പോലെ പെരുമാറുകയായിരുന്നു എന്നോട്. ചിലപ്പോഴൊക്കെ ഗ്രൂപ്പിൽ കയറുമ്പോൾ അവർ ഓരോന്നൊക്കെ അർത്ഥം വെച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ കാര്യത്തിൻ്റെ ഒരു സൂചന പോലും ഇല്ലാത്തതിനാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയിരിക്കെ ആയിഷ ഒരു ദിവസം രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു അറിയാത്ത നമ്പറിൽ നിന്നും മെസ്സേജ്. ആരാ? ഞാൻ ഫർസാന. പഠിച്ചോനെ, ഇനി ഇത് ഏത് കുരിശാണ്? ആയിഷ മനസ്സിൽ പറഞ്ഞു. ഫർസാന, അങ്ങനെ ഒരു പേര് എനിക്ക് ഓർമ്മയില്ലല്ലോ. ആരാണെന്ന് പറയൂ. നിനക്ക് എന്നെ അറിയാൻ വഴിയില്ല. ഞാൻ നീ ഒന്നും മനസ്സിലാക്കുകയാണെങ്കിൽ നിന്റെ മുത്തശ്ശിയാവാൻ സാധ്യതയുള്ള ആളാണ്. മുത്തശ്ശിയോ? യെസ്, ഫാസിലിനെ അറിയില്ല നിനക്ക്. അവൻ്റെ ഇക്കാൻ്റെ വൈഫാണ് ഞാൻ. എനിക്ക് നമ്പർ തന്നിട്ട് കുറച്ചായി. ഞാൻ പിന്നെ മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഓഹോ, ആയിഷൊന്നും പറയാൻ കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ്. തുടരും.